സ്മൃതി, ഈ 9 വോട്ടുകൾ കള്ളവോട്ടുകൾ ചേർത്തു എന്ന് നാം നേരത്തെ പ്രസന്ന എന്ന സ്ത്രീയുടെ പ്രതികരണം ഉൾപ്പെടെ നൽകി. പക്ഷേ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഈ വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടില്ല എന്നതാണ്. അന്ന് അവിടെ ഈ ബൂത്തിൽ, പൂങ്കുന്നം ബൂത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇങ്ങനെ വോട്ട് ചെയ്യാൻ വരുന്നവരെ തടയുകയും അല്ലെങ്കിൽ ഇത് വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടൊക്കെ വന്നതോടുകൂടി ഈ 9 വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. അന്ന് ഇന്നും ബൂത്ത് പ്രസിഡന്റായ അനിൽ, കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റായ അനിൽ നമ്മോടൊപ്പം ചേരുന്നു. ആ പ്രസന്നയുടെ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ചേർത്തപ്പെട്ട 9 വോട്ടുകൾ അത് പോൾ ചെയ്യപ്പെട്ടു? ഇല്ല, ചെയ്തില്ല. കാര്യം വെച്ചാൽ നമ്മൾ പോളിംഗ് സ്റ്റേഷനിൽ നമ്മൾ ഇത്തിരി തർക്കങ്ങളുണ്ടായിരുന്നു. അതായത് 4 പേര് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പേടിച്ച് വന്നില്ല എന്ന് തോന്നണം എനിക്ക്. കാര്യം വെച്ചാൽ വീണ്ടും നമ്മൾ നമ്പറുകൾ ഓൾറെഡി ഈ നമ്പറുകൾ ഫുള്ളായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കളക്ടർക്ക് കൊടുത്ത പരാതിയുടെ കൂടാണ്ട് നമ്മൾ ഇവിടെ ഇല്ലാത്ത വോട്ടുകളുടെ നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നമ്പർ നോക്കിയിട്ടാണ് അവരെ പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് വന്നില്ല. അല്ലാതെ എത്ര പേര് അവിടെ നിങ്ങൾ തടഞ്ഞ് പിന്തിരിപ്പിച്ചു വിടുന്ന? 4 പേരോളം പിന്തിരിപ്പിച്ചു വിട്ടില്ല. ഒരു മണിക്കൂറോളം അവരെ വോട്ട് ചെയ്യാനായിട്ട് അനുവദിക്കാതെ അവിടെ നിർത്തി, നമ്മൾ പിടിച്ചു നിർത്തി. പിന്നീട് കളക്ടർ വന്നിട്ടാണ് കളക്ടർ പറയണ്ടായി നമുക്ക് അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യണം. പ്രത്യക്ഷത്തിൽ നാം കണ്ടെത്തിയ 9 വോട്ടുകൾ കള്ളവോട്ടുകൾ അത് പോൾ ചെയ്യപ്പെട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റ് എത്ര ഇവിടെ നമ്മുടെ നഗരവുമായി ബന്ധപ്പെട്ട് എത്ര ഫ്ലാറ്റുകൾ ഇങ്ങനെ ക്രമക്കേടുകൾ നടന്നു? ഒരുപാട് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നിപ്പോൾ ഇത് പറഞ്ഞ മാതിരി ക്യാപിറ്റൽ വില്ലേജിൻ്റെ തൊട്ടടുത്ത് തന്നെ ടോപ്പ് പാരഡൈസ് എന്ന് പറഞ്ഞ ഫ്ലാറ്റ് ഉണ്ട്. പിന്നെ അതേമാതിരി തൊട്ടപ്പുറത്തെ വഴിയിൽ സിഡ്ബി ചൈത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഉണ്ട്. അതേമാതിരി ഐന്തോൾ മണ്ഡലത്തിൽ ഇൻലാൻഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഫ്ലാറ്റ് ഉണ്ട്. അതിലൊക്കെ 80 ചില്ലാനം വോട്ടാണ് ഒരു ഫ്ലാറ്റിൽ മാത്രം. അതായത് ഒരു മൊത്തം എത്ര വോട്ട് ഈ രീതിയിൽ ഈ തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ച് ചെയ്തിട്ടുണ്ട്? അതായത് ഒരു ബൂത്തിൽ അവർ കയറ്റിയാണത് 200ഓളം വോട്ടുകളാണ് ചേർത്തിട്ടുള്ളത്. അവരുടേതായ ആൾക്കാർ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും അപ്പുറത്തുനിന്ന് ഉള്ള മണ്ഡലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി ചെയ്യിപ്പിച്ചിട്ട്, ഇപ്പോൾ കുറ്റൂർ എന്ന് പറയുന്നത് ആലത്തൂർ മണ്ഡലം, അപ്പോൾ അവിടെ നിന്ന് വോട്ട് കട്ട് ചെയ്യിച്ചിട്ട് ഇവിടെ ചേർത്ത് ഈ ഒരു ഇലക്ഷന് വേണ്ടി. അതാണ് ഇതിൽ കയറി വന്നിട്ടുള്ളത്. കൂടുതൽ 1200ഓളം ബൂത്തുകളുണ്ട്. ഈ 1200ഓളം ബൂത്തുകളിൽ 200 വോട്ട് വെച്ച് കയറി കഴിഞ്ഞാൽ എത്രയായി? 2 ലക്ഷത്തിൽ ചില്ലാനം വോട്ടായി. അതാണ് മാറ്റം വന്നത്. വളരെ ആസൂത്രിതമായി മാനിപ്പുലേറ്റ് ചെയ്യുകയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് കോൺഗ്രസ്, അതുപോലെ തന്നെ VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. നിരവധി തെളിവുകൾ ഓരോ ദിവസം പുറത്തുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ക്യാപിറ്റൽ വില്ലേജ് എന്ന സെക്കൻഡ് ബ്ലോക്കിലെ 4C-യിലെ 4 വർഷമായി താമസിക്കുന്ന പ്രസന്ന എന്ന സ്ത്രീ അറിയാതെ അവരുടെ ആ ഫ്ലാറ്റിൽ ഏകദേശം 9 വോട്ടുകൾ ചേർത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നാം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അന്ന് പ്രശ്നങ്ങളുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 9 പേരും വോട്ട് ചെയ്യാൻ വന്നില്ല എന്നാണ് അന്ന് ആ ബൂത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡന്റായ അനിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ BJPയുടെ പ്രതികരണം എങ്ങനെയാണ് ജേസൺ? പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ കാണാനില്ല എന്നവിടെ സഭയിൽ നിന്നടക്കം പ്രതികരണം വന്നാണ്. അദ്ദേഹം പരസ്യമായി പ്രതികരിക്കുന്നില്ല എങ്കിലും ഈ വിവാദങ്ങളോട് എന്താണ് പറയുന്നത്? BJP പൊതുവെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ എടുത്ത നിലപാടും ഇന്നലെ ജനറൽ സെക്രട്ടറി MT രമേശ് എടുത്ത നിലപാടും നിയമപരമായി ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തു എന്ന് തങ്ങൾ മുൻകാലങ്ങളിൽ തന്നെ പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമത്തിന് എതിരായി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന നിലപാട് എടുക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു ആരോപണം ഉന്നയിക്കുന്നവരെ പരിഹസിക്കുന്ന ഒരു നിലപാട് കൂടി BJP നേതാക്കൾ എടുക്കുന്നുണ്ട്. നിയമപരമായി പോകട്ടെ, അപ്പോൾ നമുക്ക് കാണാം എന്നതാണ് BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന വാദം. സുരേഷ് ഗോപി ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണവും നിലവിൽ നടത്തിയിട്ടില്ല. അദ്ദേഹം തൃശ്ശൂരിലെത്തിയിട്ടില്ല, അദ്ദേഹം തിരുവനന്തപുരത്താണുള്ളത്. ഏതായാലും BJP ഇതിനെ ഗൗരവമായി എടുക്കുന്നില്ല എന്ന ഒരു സൂചന BJP നേതാക്കൾ ഇന്ന് വരുന്നു. കാരണം നിയമപരമായി നിരവധി പരിമിതികൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് അത്തരത്തിൽ BJPക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ച്